നമസ്കാരം, നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് നിയമങ്ങളുടെ ദുരുപയോഗം. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയ്ക്കായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ ചിലപ്പോഴെങ്കിലും പുരുഷന്മാരെ മനഃപൂർവ്വം കുടുക്കാൻ ഉപയോഗിക്കപ്പെടുന്നു എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം പ്രണയിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്ത ശേഷം ആ ബന്ധത്തിൽ എന്തെങ്കിലും തകർച്ചയുണ്ടാകുമ്പോൾ പങ്കാളിക്കെതിരെ പീഡന പരാതി നൽകുന്ന രീതി വർദ്ധിച്ചു വരുന്നു. സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം പിന്നീട് പീഡനമായി ചിത്രീകരിക്കുന്നത് നിയമത്തോടും നീതിയോടുമുള്ള വെല്ലുവിളിയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ മിക്കവാറും ഉയർന്നു കേൾക്കാറുള്ളത്. പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ പരസ്പരം സമ്മതത്തോടെ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് പീഡനത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്തരം പരാതികൾ കിട്ടിയാലുടൻ പരിശോധിക്കാതെ പുരുഷനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നിരപരാധിത്വം തെളിയിക്കപ്പെടുമ്പോഴേക്കും ആ പുരുഷന്റെ ജോലിയും കുടുംബജീവിതവും അന്തസ്സും പൂർണ്ണമായും തകർന്നിട്ടുണ്ടാവും. മാധ്യമങ്ങളുടെ ഇടപെടലും ഈ വിഷയത്തിൽ ഒരു വിവേചനം കാണിക്കാറുണ്ട്. പീഡന പരാതി ഉയർന്നാൽ ഉടൻ തന്നെ പ്രതിയാക്കപ്പെടുന്ന പുരുഷന്റെ പേരും ചിത്രവും വാർത്തകളിൽ നിറയും. എന്നാൽ പിന്നീട് ആ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ആ വാർത്തയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാറില്ല. കുറ്റം തെളിയുന്നത് വരെ ഒരാളെ കുറ്റവാളിയായി കാണരുത് എന്ന നിയമതത്വം ഇവിടെ പലപ്പോഴും ലംഘിക്കപ്പെടുന്നു. നിയമം നൽകുന്ന സംരക്ഷണം യഥാർത്ഥ ഇരകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം നിയമവ്യവസ്ഥയ്ക്കുണ്ട്. ഇത്തരം വ്യാജ പരാതികൾ തടയാൻ കർശനമായ നടപടികൾ ആവശ്യമാണ്. മനഃപൂർവ്വം ഒരാളെ കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നവർക്ക് നിയമം അനുശാസിക്കുന്ന കഠിനമായ ശിക്ഷ തന്നെ നൽകണം. പരാതി വ്യാജമാണെന്ന് കോടതി കണ്ടെത്തിയാൽ ആ വ്യക്തി അനുഭവിച്ച മാനഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനും തുല്യമായ നഷ്ടപരിഹാരം പരാതിക്കാരിയിൽ നിന്ന് ഈടാക്കണം. നിയമത്തെ ഒരു ആയുധമായി കണ്ട് ദുരുപയോഗം ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിച്ചാൽ മാത്രമേ നീതിപൂർവമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ഓരോ വ്യക്തിയുടെയും മൗലികാവകാശങ്ങളും അഭിമാനവും സംരക്ഷിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം വിജയിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.